വൃത്തത്തിന്റെ വ്യാപ്തമാണ്. അപ്പൊ വൃത്തസ്തൂപിയുടെ വ്യാപ്തമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തന്നത്. ഞാൻ പറഞ്ഞ എന്താ പഠിച്ചത്? വൃത്തസ്തൂപിയുടെ വ്യാപ്തം എന്തായിരുന്നു പഠിച്ചത്? വെരി ഗുഡ്. എന്തായിരുന്നു ക്ലാസ് കൊടുത്തേ? 1/3 πr² അല്ലേ? വ്യാപ്തം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഒരു ത്രിമാന രൂപത്തിന് ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലം അല്ലേ? അതല്ലേ വ്യാപ്തം എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. അപ്പൊ തീർച്ചയായും ഒന്ന് പറഞ്ഞേ, നമുക്ക് ഏതെങ്കിലും ഡെയിലി ലൈഫ് കണ്ടിട്ടുണ്ടോ? ഏതാണ്? തൂണ് അല്ലേ? വെരി ഗുഡ്. ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത്. അപ്പൊ ഇതിന് ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലത്താണ് നമ്മൾ എന്ത് പറയുന്നത്? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം അല്ലേ? അതായത് നമ്മുടെ തൂണ് അല്ലേ, അതൊക്കെ എന്ത് ആകൃതിയാണ്? വൃത്തസ്തംഭത്തിന്റെ ആകൃതിയാണ്. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പൊ വാട്ടർ ടാങ്ക് അല്ലേ, വാട്ടർ ടാങ്ക് എന്തിന്റെ ആകൃതിയാണ്? ഈ സിലിണ്ടറിന്റെ ആകൃതിയാണ് അല്ലേ? അപ്പൊ വാട്ടർ ടാങ്കിൽ എന്തുമാത്രം വെള്ളം ഉൾക്കൊള്ളും, അതിനാണ് എന്ത് പറയാ? വ്യാപ്തം ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, നമ്മളെന്ത് പറയാൻ പോകണം? നമുക്ക് രണ്ട് രീതിയിൽ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. ഇതിന് എത്ര മുഖങ്ങളുണ്ട്? സുധീൻ പറഞ്ഞേ, എത്ര മുഖങ്ങളുണ്ട്? 3 മുഖങ്ങളുണ്ട്. വെരി ഗുഡ്. ക്ലാപ്പ് കൊടുത്തേ. ഏതൊക്കെയാണ് ഉണ്ട് അല്ലേ? വെരി ഗുഡ്. ക്ലാസ് കൊടുത്തേ. അപ്പൊ 2 വൃത്തവും ഒരു വക്രതരമായിട്ടുള്ള 3 മുഖങ്ങളാണ് ആർക്കുള്ളത്? വൃത്തസ്തംഭത്തിന്. അപ്പൊ നമുക്കറിയാം, മുമ്പ് പഠിച്ചിട്ടുള്ളത് വൃത്തത്തിന്റെ പരപ്പളവ് അല്ലേ? അശ്വതി പറഞ്ഞ എന്താ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? πr². അപ്പൊ എന്താണ്? വെരി ഗുഡ്. ക്ലാസ് കൊടുത്തേ. അപ്പൊ വൃത്തത്തിന്റെ ഏരിയ എന്തായിരുന്നു? അല്ലെങ്കിൽ പരപ്പളവ് എന്തായിരുന്നു? πr² അല്ലേ? വൃത്തസ്തംഭം അല്ലേ? 2 മുഖങ്ങളാണല്ലോ. ഇതിന്റെ ഏരിയ ആണ് എന്ന് പറഞ്ഞത് πr² അല്ലേ? അതായത് ഇത് രണ്ടിന്റെയും പാദ പരപ്പളവ് അല്ലേ? അല്ല സോറി, ഇതിന്റെ എന്താണ്? ഇതിന്റെ ഏരിയ ആണ് πr². അതുകൊണ്ട് ഉയരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ഈ പ്രകടനത്തിനല്ലേ ഇതല്ലേ അതിന്റെ ഉയരം. ഇത് നമ്മൾ h എന്ന് പറയും. ഓക്കെ, അതിന്റെ ഉയരത്തെ നമ്മൾ h എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള എങ്ങനെയാണെന്ന് അറിയോ? വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പാദ പരപ്പളവിനെ അതിന്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ എന്ത് ലഭിക്കും? ഇതിന്റെ വ്യാപ്തം ലഭിക്കും. ഇതിന്റെ പാദ പരപ്പളവ് എന്താണ്? ആര് പറഞ്ഞേ? πr² അല്ലേ? പാദ പരപ്പളവ് എന്താണ്? പാദ പരപ്പളവിനെ അതിന്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. പാദ പരപ്പളവ് എന്താണ്? πr². ഉയരം എന്താണ്? h. വെരി ഗുഡ്. ക്ലാപ്പ് കൊടുത്തേ അതിലേക്ക്. അപ്പൊ എന്താണ്? അപ്പോൾ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ്, ഇക്വേഷൻ ആണ്, എന്ത് സമവാക്യമാണ്? പാദ പരപ്പളവിനെ അതിന്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? അതിന്റെ വ്യാപ്തം കിട്ടും. ഇത് നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ വൃത്തസ്തൂപിക ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് അറിയോ?
ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്ന് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം? ഇത് മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്താൽ മതിയല്ല. അതായത് ഈ വൃത്തസ്തൂപിയുടെ വ്യാപ്തം അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വൃത്തസ്തൂപിയുടെ വ്യാപ്തം കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ആരാ ബോർഡിൽ ചെയ്തേ? പുണ്യവണ്ണേ. ഒരെണ്ണത്തിന്റെ വ്യാപ്തം എന്താണ്? അപ്പൊ എത്ര എണ്ണം ഉണ്ടത്? അപ്പൊ എന്ത് ചെയ്താൽ മതി? മൂന്നോട്ട് വിളിച്ചാൽ മതിയല്ലോ. അപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം? രണ്ട് രീതി പറഞ്ഞു അല്ലേ? പൈആർ സ്ക്വയർ എന്ന് ചോദിച്ചത് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ മൂന്ന് വൃത്തസ്തൂപികളെ കൊണ്ട് കൂട്ടി എന്ത് കിട്ടും? ഒരു വൃത്തസ്തംഭം കിട്ടും. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് പൈആർ സ്ക്വയർ. ഇതാണ് പാദപരപ്പളവിനെ അതിന്റെ ഉയരം കൊണ്ട് ഗുണിക്കുന്നതാണ് എന്ത്? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. അല്ലെങ്കിൽ വേറെ എന്തെന്ന് പറയാം? മൂന്ന് വൃത്തസ്തൂപികൾ അല്ലേ? ആദ്യം എന്ത് കിട്ടും? ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കിട്ടും. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അടുത്ത